ഒരു ഫ്രണ്ടിന് ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് കിട്ടി. ഈ സെലക്ട് ചെയ്ത കമ്പനീസ് അവർ വിളിക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ശരി, അവർ വിളിക്കുകയാണെന്ന് തന്നെ വിചാരിക്കുക. എപ്പോൾ വിളിക്കുമെന്നൊരു ഐഡിയ ഉണ്ടോ? ഉണ്ടാവില്ല. മെയിനായിട്ട് സർവീസ് ബേസ്ഡ് IT കമ്പനീസാണ് ഈ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഇവർ ഇന്ത്യ മുഴുവൻ ഓടി നടന്ന് എല്ലാ നല്ല കോളേജസിൽ നിന്നും കുട്ടികളെ സെലക്ട് ചെയ്ത് വെക്കും. പുതിയ പ്രൊജക്റ്റ് കിട്ടുമ്പോൾ ഒരു സെറ്റ് ഓഫ് കുട്ടികളെ ഇവരെ റിക്രൂട്ട് ചെയ്യും. നമ്മൾ ബെഞ്ചിലേക്കായിരിക്കും കയറുന്നത്. അപ്പോൾ ഈ ഒരു കോള് വരാൻ മേ ബി 2 months, മേ ബി 6 months, മേ ബി 1 year, ചിലപ്പോൾ കോള് വന്നില്ല എന്ന് തന്നെ ഇരിക്കും. ഈ ബെഞ്ചിൽ ഇരുത്തുക എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഫസ്റ്റ് ഡേ ചെല്ലുന്നു, നിങ്ങൾക്കൊരു വർക്ക് കിട്ടുന്നു, ഒരിക്കലുമല്ല. TCS ആയിക്കോട്ടെ, ഇൻഫോസിസ് ആയിക്കോട്ടെ, CTS ആയിക്കോട്ടെ, ഇവരെല്ലാം നിങ്ങളെ ഒരു ലെവൽ ഓഫ് ഇൻ്റർവ്യൂസ് കോളേജിൽ നടത്തി നെക്സ്റ്റ് അവർ നമ്മുടെ കമ്പനിയിലേക്ക് എത്തി നിങ്ങൾക്ക് ഒരു ഇരിക്കാനൊരു സ്ഥലം മാത്രം തരും. എഗെയിൻ അതിനകത്ത് പല പല പ്രൊജക്ട്സുകളുണ്ട്. ഈ പ്രൊജക്റ്റിലേക്ക് ഇൻ്റർവ്യൂസ് ഇനിയും നടക്കും എന്ന് വിചാരിച്ച് നമ്മൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ടൈമിൽ നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ലോകത്തിന് ആവശ്യമായ കുറേ സ്കിൽ സെറ്റുകളുണ്ട്. അതാണ് ആ സ്കിൽ സെറ്റിന് വേണ്ടിയിട്ടാണ് ഈ കമ്പനീസ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത്, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അവർ വിളിക്കുകയോ വിളിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. നമ്മുടെ ചുറ്റും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഉദാഹരണത്തിന് പൈത്തൺ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, ഡേറ്റാ സയൻസ്, ഡേറ്റ അനാലിറ്റിക്സ്, അതല്ല ജാവ പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇനി അതല്ല പ്രോഗ്രാമിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുവാണെങ്കിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, അഡ്വാൻസ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കോഴ്സസ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിന് ഒരുപാട് ടൂൾസ്, ഇതെല്ലാം നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. സോ ബെഞ്ചിൽ ഇരുന്ന് ഒന്നെങ്കിൽ നിങ്ങൾ സെലക്ട് ആവണം, അല്ലെങ്കിൽ ഇവർ ഫോഴ്സ്ഫുള്ളി പറയുന്ന സ്ഥലത്തേക്ക് പോകണം. ഇത് രണ്ടും നമുക്ക് ഓക്കെ അല്ലെങ്കിൽ അഗെയിൻ നിങ്ങൾ ആ കമ്പനിയിൽ നിന്ന് പുറത്താക്കും. നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടിയെന്ന് വിചാരിച്ച ജോബ് 100% അല്ല.